കൊടുക്കുമ്പോൾ അതിൽ വേരിയേഷൻസ് ചേഞ്ചസ് കാണാറുണ്ട്. നമ്മൾ പക്ഷേ ഇതിന് വാതരോഗമായതുകൊണ്ട് അവിടെ രൂക്ഷത കൂടുന്നു, വാദം വർദ്ധിക്കുന്നു, എല്ലുകൾക്ക് തേയ്മാനം വരുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് സ്നിഗ്ധത കൊടുക്കണം ധാരാളമായിട്ട്. തൈലപ്രയോഗങ്ങൾ, അവിടെ തൈലധാര, തൈലം കൊണ്ട് പിച്ചു, കൊണ്ട് പിഴിച്ചില്, ഇത്തരം സംഗതികൾ ചെയ്യും. അതുപോലെ ഉള്ളിലേക്ക് സ്നിഗ്ധത വരുത്തുന്നതിന് വേണ്ടതായ വാദത്തെ നിയന്ത്രിക്കുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഔഷധങ്ങൾ നിശ്ചയിക്കും. ഒപ്പം തന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ വാദം വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഡയറ്റോ ലൈഫ് സ്റ്റൈലോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യും. ഇതാണ് ഒരു രോഗി കൺസൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ പ്രധാനമായിട്ട് ഇതിന് ചികിത്സ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് അപവാഹകത്തില് നസ്യം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ശിരസിനെ ആശ്രയിച്ച് വാദത്തിനെ ശമിപ്പിക്കുന്നതിനായിട്ട്, അതുപോലെ ശിരസിനെ ആശ്രയിച്ച് ദോഷം വർദ്ധിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തെ നിർഹരിക്കുന്നതിനായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണല്ലോ. പഞ്ചകർമ്മത്തിന്റെ ഭാഗമാണ് നസ്യം. അപ്പൊ അത് ഒരു ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്ത് വളരെ തീവ്രമായിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന